വയനാട് മേപ്പാടി കള്ളാടി മേഖലയിലുണ്ടായ ഈ മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായ അപകടത്തിൽ മരണസംഖ്യ കുതിച്ചുയരുന്ന ഒരു റിപ്പോർട്ടാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇതിനോടകം തന്നെ 3 പേർ മരണപ്പെട്ടു എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാവുകയാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒരാളുടെ മരണം സ്ഥിരീകരിച്ചു. ഇതിന് പിന്നാലെയാണ് മറ്റ് 2 പേർ കൂടി മരണപ്പെട്ടു എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നത്. നിരവധി ആളുകൾ ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള ആശങ്കയിൽ തന്നെയാണ് പരിസരവാസികളൊക്കെ തന്നെ ഉള്ളത്. നാട്ടുകാരടക്കം ചേർന്നുകൊണ്ട് SDRFും NDRFും ഒക്കെ എത്തുമ്പോൾ അവരോടൊപ്പം ചേർന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനായി എത്തിയിട്ടുണ്ട്. വളരെ അധികം വേദനിപ്പിക്കുന്ന, അതോടൊപ്പം തന്നെ വലിയൊരു ആപത്ത് ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഇത് ഒരു പ്രകൃതി ദുരന്തമല്ല, മറിച്ച് ഇതൊരു വിളിച്ചു വരുത്തിയ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നുള്ള ആരോപണമടക്കം ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. മന്ത്രിതലത്തിലടക്കം ചർച്ചകൾ നടത്തിയതിന് ശേഷമാണ് ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അതായത് ഈ തുരങ്ക നിർമ്മാണ മേഖലയിലുണ്ടായ ഈ അപകടം സംഭവിക്കാം, ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കാമെന്ന രീതിയിലുള്ള മുന്നറിയിപ്പ് ഇതിനു മുന്നേ തന്നെ പൊതുമരാമത്ത് വകുപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾക്ക് പിന്നാലെ ഇതൊക്കെ തന്നെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് കൊങ്കൺ കമ്പനി മുന്നോട്ട് നിർമ്മാണ പ്രവർത്തികളുമായി പോയത് തന്നെയാണ് ഈ ഒരു ദുരന്തത്തിന് വഴിയൊരുക്കിയത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇത് മനുഷ്യനിർമ്മിത ദുരന്തമെന്ന സംശയമല്ല, ഇപ്പോൾ അത് ഉറപ്പിച്ചു പറയാനായി സാധിക്കും എന്നുള്ളത് വളരെ വ്യക്തമായി പറയാൻ സാധിക്കുന്നുണ്ട്. കാരണം അതുമായി ബന്ധപ്പെട്ട രേഖകൾ PWD ഇപ്പോൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. മിനിറ്റ്സ് രേഖ അടക്കം പുറത്തുവിട്ടുകൊണ്ട് തന്നെയാണ് ഇതേ സാധൂകരിച്ചു പറയുന്നത്. അതായത് ഈ മാസമല്ല, ജൂലൈ മാസത്തിലല്ല, ഇതിന് മുന്നേ തന്നെ ഏകദേശം ഒരു 10 ദിവസത്തിന് മുന്നേ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സൂചന നൽകിയിരുന്നു. ജൂൺ 25 കൂടി തന്നെ ഇവിടെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കറിയാം, കാലവർഷ സമയത്ത് അതിശക്തമായ മഴ പെയ്തിറങ്ങും. പ്രത്യേകിച്ച് വയനാട് മേഖലയിലടക്കം നമുക്കറിയാവുന്നതാണ്, ഇന്ത്യയിൽ തന്നെ മഴ പെയ്യുന്ന മേഖലകളിൽ ഏറ്റവും അധികം മഴ പെയ്തിറങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണ് വയനാട്. ഈ മേപ്പാടി അതുപോലെ തന്നെ ചൂരൽമല പ്രദേശമൊക്കെ തന്നെ. ചൂരൽമലയിൽ കഴിഞ്ഞ വർഷം ഉണ്ടായ ദുരന്തം നമുക്കത് അറിയാവുന്നതാണ്. അതിൻ്റെ വേദനയിൽ നിന്നും ഇതുവരെയും കരകയറിയിട്ടില്ല. അതിനിടയിൽ തന്നെയാണ് മനഃപൂർവ്വമായി വിളിച്ചു വരുത്തിയ മുന്നറിയിപ്പുകളൊക്കെ തന്നെ ഈ മേഖലയിൽ അവഗണിച്ചുകൊണ്ട് ഇത്തരമൊരു ദുരന്തത്തിന് വഴിയൊരുക്കിയിരിക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ ജൂൺ 25 നൽകിയ മുന്നറിയിപ്പിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ഇവിടെ നിർമ്മാണ പ്രവർത്തികൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതൊരു അപകട സാധ്യത ഉണ്ടാക്കി വയ്ക്കും, വിളിച്ചു വരുത്തും. അതുകൊണ്ട് നിർമ്മാണ പ്രവർത്തികൾക്ക് കൃത്യമായ രീതിയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയതുകൊണ്ട് തന്നെയാണ് കമ്പനിയുടെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നിർമ്മാണ ചുമതലയുള്ള നേതൃത്വം നൽകിയ അധികൃതരും ഒക്കെ തന്നെ ഇതിന് മുഖം തിരിച്ചതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് ഈ പദ്ധതി പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന മേഖലയിൽ മണ്ണ് കൂട്ടിയിട്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ തന്നെ നമ്മൾ മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റോട് സംസാരിച്ചപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട സൂചന ലഭ്യമായതാണ്. അവർ നിരന്തരമായി മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ആ മുന്നറിയിപ്പുകളൊക്കെ തന്നെ അവഗണിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം, 24 മണിക്കൂറിനിടയിൽ ഏറ്റവും അധികം മഴ പെയ്ത ഒരു സാഹചര്യം വയനാട് മേപ്പാടി മേഖലയിൽ ഉണ്ടായിരുന്നു. അതിതീവ്ര മഴയാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിന് തൊട്ട് പിന്നാലെ നിർബന്ധപൂർവ്വം അവിടെ നിർമ്മാണ പ്രവർത്തികൾ അവസാനിപ്പിച്ചിരുന്നു. എന്നിരുന്നാലും ഇന്ന് രാവിലെയും ചില രീതിയിലുള്ള പ്രവർത്തികൾ അവിടെ നടന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ നിർമ്മാണ പ്രവർത്തിയിൽ ഏർപ്പെട്ടിരുന്ന ജീവനക്കാർ ഈ അപകടത്തിൽപ്പെട്ടത്, നിർമ്മാണ തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടത് എന്നുള്ള ഒരു സൂചന നമുക്ക് കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് മണ്ണ് ഇത്തരത്തിൽ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് വ്യക്തമായി സൂചിപ്പിച്ചിരുന്നു. അതായത് സോയിൽ പൈപ്പിംഗ്, അതുപോലെ തന്നെ സ്റ്റോപ്പ് സ്റ്റെബിലിറ്റി എന്നീ പ്രതിഭാസങ്ങളൊക്കെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ മഴ പെയ്യുന്നതിൻ്റെ തീവ്രത അനുസരിച്ചുകൊണ്ട് അതൊരു ദുരന്തത്തിലേക്ക് കലാശിക്കും. എന്നിരുന്നാലും ഇന്നുണ്ടായതുപോലുള്ള വലിയൊരു ദുരന്തം ഒരുപക്ഷെ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരാപത്ത് സംഭവിക്കുമെന്ന് കരുതിയിരുന്നു. പക്ഷേ ജീവൻ നഷ്ടമാകുന്ന രീതിയിലേക്കും വീടുകൾ മണ്ണിനടിയിലാകുന്ന രീതിയിലേക്കും വാഹനങ്ങൾ കുത്തിയൊലിച്ചുകൊണ്ട് പോകുന്ന രീതിയിലേക്കും ഒന്നും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അപകടമെന്ന് ഇതിനെ പറയാൻ കഴിയില്ല. കാരണം ഇത് നേരത്തെ തന്നെ മുന്നറിയിപ്പുകൾ നൽകിയതാണ്, അത് പൂർണ്ണമായും അവഗണിച്ചതാണ്. ജൂൺ 25 അവലോകന യോഗം ചേരുന്ന സാഹചര്യത്തിൽ തന്നെ PWD പൊതുമരാമത്ത് വകുപ്പ് കൃത്യമായി ഇതേക്കുറിച്ചുള്ള സൂചന നൽകിയിരുന്നു. ഇത് തടയാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഔദ്യോഗിക മിനിറ്റ്സ് അടക്കം ഈ ഒരു സാഹചര്യത്തിൽ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിർമ്മാണ കമ്പനിയായിട്ടുള്ള കൊങ്കൺ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ചയാണ് എന്ന കാര്യം വ്യക്തമാകുന്നുണ്ട്. എന്നാൽ കമ്പനി അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് അവർ പറയുന്നു, ഇതൊരു പ്രകൃതി ദുരന്തമാണ്, തങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള വാദത്തിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. എന്തായിരുന്നാലും ശക്തമായൊരു നടപടി ഇതിന് പിന്നാലെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ നേരത്തെ മന്ത്രി ടി സിദ്ദിഖ് അടക്കം, വയനാട്ടിൽ നിന്നുള്ള മന്ത്രി ടി സിദ്ദിഖ് അടക്കം ഇതേക്കുറിച്ചുള്ള സൂചന നൽകി കഴിഞ്ഞിരുന്നു. അശാസ്ത്രീയമായി തന്നെയാണ് മണ്ണ് കൂട്ടിയിട്ടത്. അതേ തുടർന്ന് തന്നെയാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്, ഈ ദുരന്തം ഉണ്ടായിട്ടുള്ളത്. പലതവണയായി അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു.
പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും കൃത്യവിലോപം ഉണ്ടായി. അവർ വേണ്ട വിധത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയില്ല, വേണ്ട വിധത്തിലുള്ള നീക്കങ്ങൾ നടത്തിയില്ല എന്നുള്ള ആരോപണം കൂടി ഈ ഒരു സാഹചര്യത്തിൽ ശക്തമാകുന്നുണ്ട്. എന്തായിരുന്നാലും ദുരന്തത്തിന് പുറകെ തന്നെ കോഴിക്കോട് തുരങ്കപാത നിർമ്മാണം നടക്കുന്ന ഈ മേഖലയിലെ നിർമ്മാണ പ്രവർത്തികളൊക്കെ തന്നെ താൽക്കാലികമായി അവസാനിപ്പിച്ച ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതേക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ഇനി നിർമ്മാണ പ്രവർത്തികളുമായി മുന്നോട്ട് പോകരുത്, താൽക്കാലികമായി നിർമ്മാണ പ്രവർത്തികൾ അവസാനിപ്പിക്കുക, ഇനി ഒരു കാരണവശാലും മുന്നോട്ട് പോകരുത് എന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ നൽകിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ തിരുവനന്തപുരത്ത് നിന്നും മറ്റും മന്ത്രിമാർ ഹെലികോപ്റ്റർ മുഖാന്തരം ഈ ദുരന്ത മേഖലയിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. വേണ്ട വിധത്തിൽ ആശുപത്രി സംവിധാനം അടക്കം ഒരുക്കിയിട്ടുണ്ടെന്ന മന്ത്രി കെ മുരളീധരനും ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അപകടത്തിൽപ്പെട്ട് ഏറ്റവും ഒടുവിൽ രക്ഷപ്പെടുത്തിയ 6 തൊഴിലാളികൾ ഇപ്പോൾ മിംസ് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. കിരൺകുമാർ, ദിലീപ്, സൂരജ്, യാദവ്, സഞ്ജയ് താപൂർ, രജനീഷ്, തന്മയ് ഘോഷ് എന്നിവരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അന്യസംസ്ഥാന തൊഴിലാളികളാണെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. വയനാട്, കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള 2 NDRF സംഘങ്ങളാണ് ദുരന്തഭൂമിയിലേക്ക് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനായി എത്തിച്ചേർന്നിട്ടുള്ളത്. ജില്ലാ കളക്ടർ സ്ഥലത്തെ സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംസ്ഥാനത്ത് നിലവിൽ ഈ വയനാട് ദുരന്തം സംഭവിച്ചതിന് തൊട്ട് പിന്നാലെ കാലാവസ്ഥാ വകുപ്പും വ്യക്തമായ സൂചന നൽകിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറ്റ് ജില്ലകളിൽ മഴ പെയ്യാനുള്ള സാഹചര്യമുണ്ട്. 1 മണിയോടുകൂടി തന്നെ കാലാവസ്ഥാ വകുപ്പ് പുതുക്കിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് എന്നീ 3 വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഇതോടൊപ്പം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി നോക്കിക്കാണുക എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തെയും പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി എന്നീ 4 ജില്ലകളിൽ യെല്ലോ അലർട്ടും പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള 3 ദിവസവും സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് പ്രവചിക്കപ്പെടുന്നത്. പൊതുജനങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ മഴക്കാലം നോക്കിക്കാണുക. അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ചുകൊണ്ട് വേണ്ട വിധത്തിൽ മാറി താമസിക്കുകയോ ക്യാമ്പുകളിലേക്ക് മാറുകയോ ചെയ്യുക. അതുതന്നെയാണ് അനിവാര്യം. ദുരന്തങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായിട്ടുള്ള മാർഗങ്ങൾ, നടപടിക്രമങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് കൂടി ഈ ഒരു അവസരത്തിൽ മുന്നറിയിപ്പിൽ പങ്കുവയ്ക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.